ചിലപ്പോൾ നിങ്ങൾ ആളുകളിലെ നന്മ കാണുന്നത് നിർത്തി അവർ നിങ്ങളോട് കാണിക്കുന്നത് കാണാൻ തുടങ്ങേണ്ടതുണ്ട്. അവരുടെ പ്രവൃത്തികളിൽ ഒരു പ്രശ്നവും കാണാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. അവർ നിങ്ങളെ നിലനിർത്താൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തുടരാൻ പാടുപെടുന്നത്? നിങ്ങളുടെ ഏകാന്തത നിങ്ങളെ വിഷലിപ്തരായ ആളുകളുമായി വീണ്ടും ബന്ധപ്പെടാൻ അനുവദിക്കരുത്. ദാഹിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ വിഷം കുടിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണർന്ന് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടേണ്ടതുണ്ട്. എല്ലാവരും നിങ്ങളോട് വിശ്വസ്തരായിരിക്കണമെന്നില്ല. നിങ്ങൾ നിലനിർത്തുന്ന കൂട്ടുകെട്ട് നിരീക്ഷിക്കാൻ ചിലത് ഓർമ്മപ്പെടുത്തലായി വരാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആരുമില്ലാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ വരാൻ ആഗ്രഹിക്കാത്ത ഒരാളെ ഉള്ളതിനേക്കാൾ നല്ലത്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ ഇടയിലുള്ള വിടവിൽ സുഖം അനുഭവിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് എല്ലാം. എല്ലാവരുടെയും മുന്നിൽ നീ ചെറുതാകരുത്. വിചിത്രനും തമാശക്കാരനും ബുദ്ധിമാനും സുന്ദരനുമായ ചെറിയ വിചിത്രനായിരിക്കുക. പിന്നോട്ടു പോകരുത്, വിചിത്രനാകുക. ഏറ്റവും ഭയാനകമായ വ്യക്തി കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥലമാണ്. ഒരാളുടെ പരിശ്രമക്കുറവ് നീ കൂടുതൽ ശ്രമിക്കാനുള്ള ഒരു ആഹ്വാനമല്ല. ആളുകൾ എപ്പോഴും നിന്റെ സ്വന്തം പതിപ്പ് അവരുടെ മനസ്സിൽ കാണുമെന്ന വസ്തുതയുമായി സമാധാനിക്കുക. നീ ആരാണെന്ന് അവർ കരുതുന്നതിന് നീ ഉത്തരവാദിയാകേണ്ടതില്ല. സുഖം പ്രാപിച്ച് മുന്നോട്ടു പോകുക. നിനക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിനക്ക് ഭൂതകാലത്തിൽ ജീവിക്കാൻ കഴിയില്ല. മറ്റെല്ലാവർക്കും സ്വയം സുരക്ഷിതരാണെന്ന് തോന്നുന്ന തരത്തിൽ പൂർണ്ണമായും സ്വയം ആയിരിക്കുക. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. നീ ഇപ്പോഴും ചെറുപ്പമാണെന്നും പ്രപഞ്ചം അനന്തമാണെന്നും എങ്ങനെയോ എല്ലാം ശരിയാകുമെന്നും ദയവായി മനസ്സിലാക്കുക. ചിലപ്പോൾ ജീവിതം നിന്നെയില്ലാതെ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു സ്വപ്നത്തിനായി എല്ലാം പണയപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തു. സന്തോഷവാനായിരിക്കാൻ 2 വഴികളുണ്ട്: സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെങ്കിൽ എന്നെ അവിടെ നിർത്തുക. ഞാൻ ഒരു സ്ഥാനത്തും പോരാടരുത്. എന്റെ പുതിയ ലക്ഷ്യം എന്നെ സ്വഭാവത്തിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള ആരെയും അവഗണിക്കുക എന്നതാണ്. നിങ്ങൾ ഒരിക്കലും സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിൽ പ്രപഞ്ചം ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം നൽകില്ല. ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ കാര്യം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മാറാനും വളരാനും മെച്ചപ്പെടാനും കഴിയുമെന്നതാണ്. നിങ്ങളുടെ ഭൂതകാലമോ തെറ്റുകളോ നിങ്ങളെ നിർവചിക്കുന്നില്ല. മികച്ച അവസരങ്ങൾ ആരംഭിക്കുന്നതിന് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി.